ഹലോ ഗൈസ്, എൻ്റെ പേര് ആശ ആൻ്റണി. ഞാൻ ന്യൂസിലൻഡിലെ ഓക്ക്ലൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ റിസൈഡ് ചെയ്യുന്നത്. ഞാനിവിടെ വന്നിരിക്കുന്നത് ന്യൂസിലൻഡ് സ്റ്റുഡൻറ്റ് വിസയിലാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മാസ്റ്റേഴ്സ് കോഴ്സാണ്, മാസ്റ്റേഴ്സ് ഓഫ് ECE, ആൻഡ് ഐ എം സ്റ്റഡിങ് ഇൻ NZTC കോളേജ് മൗണ്ട് വെല്ലിംഗ്ടൺ. ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം, എങ്ങനെയാണ് ഒരു ന്യൂസിലൻഡ് വിസ അല്ലെങ്കിൽ ആ ഒരു വിസ പ്രോസസ്സ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതിൽ 2 വിസ ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് സ്റ്റുഡൻറ്റ് വിസയിൽ നോക്കുന്നവരുണ്ട് ഇവിടെ എത്താൻ, അതുപോലെ തന്നെ വർക്ക് വിസയിൽ എത്താൻ നോക്കുന്നവരുണ്ട്. അപ്പോൾ അവർ എന്തൊക്കെ ബേസിക് ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് ചെയ്യേണ്ട വരും എന്നുള്ളൊരു കാര്യം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഹൗ മച്ച് എക്സ്പെൻസീവ് ഈസ് ന്യൂസിലൻഡ്. അതായത് നമുക്കിവിടെ താമസിക്കുന്നെങ്കിലും അല്ലെങ്കിൽ നമ്മളിവിടേക്ക് ഏത് വിസയിൽ വരുന്നുണ്ടെങ്കിലും നമ്മളൊരു എക്സ്പെൻസ് മുന്നിൽ കാണാനല്ലേ, ഒരു ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ അത് എത്രയാണെന്നുള്ളൊരു എൻക്വയറീസൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഏകദേശം അത് എത്ര വരും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ എക്സ്പെൻസ് ഇപ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ മൂന്നാമത്തെ കാര്യം, എങ്ങനെയാണ് ന്യൂസിലൻഡിലെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ. ഇപ്പോൾ നമ്മൾ ന്യൂസിലൻഡിൽ താമസിക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ലൈഫ് പോകുന്നത്, എത്രത്തോളം ടാക്സ് ഒക്കെ ഇവിടെയുണ്ട്, അതുപോലെ നമുക്ക് പെട്ടെന്ന് പാർട്ട് ടൈം കിട്ടുമോ, PR കിട്ടാനുള്ള വഴികളൊക്കെ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റേഴ്സിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കീപ്പ് ഓൺ വാച്ച് ദ വീഡിയോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സിനെ കുറിച്ച് ഞാൻ വളരെ ഡീപ്പായിട്ട് അല്ലെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരു ECE സെൻറ്ററിലാണ്. ഞാൻ നാട്ടിൽ ടീച്ചറായിരുന്നു. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടും ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കോഴ്സും ടീച്ചിങ് റിലേറ്റഡ് ആണ്. അപ്പോൾ അത് വെച്ചിട്ടും എനിക്കിവിടെ ഒരു ടീച്ചർ റിലീവറായിട്ടാണ് പാർട്ട് ടൈം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വർക്ക് പ്ലേസിലെത്തി. ഇവിടെ ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആഫ്റ്റർ ദ വർക്ക് ഐ വിൽ എക്സ്പ്ലെയിൻ ഓൾ ദീസ് പോയിൻറ്റ്സ് ടു യു. ഓക്കെ, നമ്മുടെ വിസ കാറ്റഗറി ഏതാണെങ്കിലും, ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിലും വർക്ക് വിസ ആണെങ്കിലും നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് അത് മാച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് വിസ റിജക്ഷനുള്ളൊരു കാരണമായിട്ട് തീരും. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഐ വാസ് എ ടീച്ചർ ഇൻ അബ്രോഡ്, ലൈക്ക് ഇൻ ഒമാൻ ആൻഡ് ഓൾസോ ഇൻ ഇന്ത്യ. സോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു മാസ്റ്റർ ഓഫ് ECE അല്ലെങ്കിൽ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സ് എടുത്തത്. അപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഏതാണോ, നിങ്ങൾ ചിലപ്പോൾ എൻജിനീയറിംഗ് ഫീൽഡിലായിരിക്കാം, മെഡിക്കൽ ഫീൽഡിലായിരിക്കാം, അങ്ങനെയുള്ള ഫീൽഡുകളിലാണെങ്കിൽ അതുമായിട്ട് സിമിലറായിട്ട് നിൽക്കുന്ന കോഴ്സസ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഈ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സിൽ ഫസ്റ്റ് നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് ഇതിൻ്റെ ഫയലിംഗ് എന്ന് പറയുന്നത്. ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഫയൽ ചെയ്യാന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അതിനെപ്പോഴും നമുക്കൊരു ഏജൻസിയുടെ ഹെൽപ്പ് ഉണ്ടാവാം. കാരണം നമ്മൾ ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരു ഏജൻസിയുടെ ഹെൽപ്പോട് കൂടി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ വന്നാൽ നമുക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെയാണ് ഇവരുടെ ഇമിഗ്രേഷൻ സൈറ്റെല്ലാം. ഓക്കെ, എനിവേ നമ്മളങ്ങനെ ഒരു കോഴ്സ് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രോസസ്സാണ് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഇതുമായിട്ട് റിലേറ്റഡ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇപ്പം ഞാനെടുത്തത് മാസ്റ്റർ ഓഫ് ടീച്ചിങ് റിലേറ്റഡ് ഒരു കോഴ്സ് ആയതുകൊണ്ട് ഞാൻ ടീച്ചറായിരുന്നു എന്ന് കാണിക്കുന്ന റെഫറൻസ് ലെറ്റേഴ്സ്, ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്നിടത്ത് നിന്ന് അവിടുത്തെ മെയിൻ ആളായിട്ടുള്ള ഇപ്പോൾ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ഡയറക്ടറോ അവരുടെ കയ്യിൽ നിന്ന് റെഫറൻസ് ലെറ്റേഴ്സ് വാങ്ങിക്കും. അതായത് ഈ ഒരു പേഴ്സൺ ഇവിടെ വർക്ക് ചെയ്തിരുന്നു, അതുപോലെ തന്നെ എൻ്റെ ക്യാരക്ടർ ആൻഡ് കണ്ടക്ട് ഈസ് ഗുഡ്, അതുപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസ് ടൈമിൽ എനിക്ക് എന്തെങ്കിലും ബ്ലാക്ക് മാർക്സ് ഉണ്ടായിരുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയണം. അപ്പോൾ അതൊക്കെ പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള റെഫറൻസ് ലെറ്റേഴ്സ് നമ്മൾ കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ലെറ്റേഴ്സ്. ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് വർക്കിംഗ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് പഠിച്ചിരുന്ന ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത കോളേജസ്, ഇവിടെ നിന്നുള്ള റെഫറൻസ് ലെറ്റേഴ്സൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് അതെല്ലാം വിസ ഫയലിങ്ങിന് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ എല്ലായിടത്തു നിന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. യൂണിവേഴ്സിറ്റിയിലെല്ലാം പോയി ചോദിച്ചാൽ നമുക്കൊരു റെഫറൻസ് തരാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ഈസി. പക്ഷേ നമ്മുടെ കോളേജുകളിൽ നിന്നെല്ലാം നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം കളക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ക്യാരക്ടർ ആൻഡ് കണ്ടക്ട്, അതുപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഈ കോഴ്സുമായിട്ട് റിലേറ്റഡ് ആണെന്ന് കാണിക്കുന്ന എല്ലാ ഡേറ്റാസും നമ്മൾ ആദ്യം തന്നെ കളക്ട് ചെയ്യണം. അതിനുശേഷമാണ് പിന്നെ
ഫണ്ടിങ്ങിൻ്റെ കാര്യം വരുന്നത്. സ്ട്രോങ് ആയിട്ട് ഒരു പ്രൂഫായിട്ട് വെക്കേണ്ടതാണ് നമ്മളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് പല കൺട്രീസും ചോദിക്കുമല്ലേ, നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ ബൈ ചാൻസ് നമുക്ക് അവിടെ ജോലിയോ അല്ലെങ്കിൽ പാർട്ട് ടൈമോ ഒന്നും ശരിയായില്ലെങ്കിൽ ഹൗ ദിസ് പേഴ്സൺ വിൽ സർവൈവ് ദർ, അതാണ് അവരുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കാണിക്കണം, നമ്മുടെ കയ്യിൽ ഇത്രയും ലിവിങ് എക്സ്പെൻസും ഉണ്ട്, എനിക്ക് അവിടെ സ്ട്രഗിൾ ചെയ്യാതെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. സ്ട്രഗിൾ ചെയ്യാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ല, സ്ട്രഗിൾസ് ഉണ്ടാവും, പക്ഷേ എനിക്ക് സർവൈവ് ചെയ്ത് ആ കൺട്രിയിൽ ജീവിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ കാണിക്കുന്ന ഒരു ലിവിങ് എക്സ്പെൻസ് നമ്മൾ കാണിക്കണം. അപ്പോൾ ഈ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റുഡൻറ്റ് വിസയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചത് 15 lakh ആയിരുന്നു. എൻ്റെ കോഴ്സ് 1.5 year ആയിരുന്നു. അപ്പോൾ 1.5 വർഷത്തേക്ക് 15 lakh നിങ്ങൾ എന്തായാലും ഫിക്സഡ് എമൗണ്ട് ആയിട്ട് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് എമൗണ്ട് ആയിട്ട് കാണിക്കാനാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം എൻ്റെ കോഴ്സിൻ്റെ കോസ്റ്റാണ്. എൻ്റെ കോഴ്സിൻ്റെ കോസ്റ്റ് 20 lakh ആയിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിക്കേണ്ടി വന്നു. അത് രണ്ട് രീതിയിലൂടെ നമുക്ക് കാണിക്കാം. 20 lakh നമ്മളുടെ കയ്യിൽ ബൈ ഹാൻഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ബാങ്കിലുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണിക്കാം, നമ്മളുടെ ഓൺ മണി ആയിട്ട് കാണിക്കാം. 20 lakh പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ എഡ്യൂക്കേഷൻ ലോണിലൂടെ നമുക്ക് കിട്ടുമെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ ലെറ്ററാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഡോക്യുമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സിൽ വരുന്നതാണ് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്, നമുക്ക് എന്തെങ്കിലും ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ലോൺ സാങ്ഷൻ ലെറ്റർ അത് കാണിക്കണം. അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ഇപ്പോൾ ഇയർലി 10 lakh കൂടുതൽ വാർഷിക വരുമാനം വരുന്ന ഏതെങ്കിലും വ്യക്തി, അത് നമ്മുടെ ഫാദർ ആവാം, ഫാദർ ഇൻ ലോ ആവാം, ഹസ്ബൻഡ് ആവാം, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആളെയും ഒരു സ്പോൺസർ എന്ന രീതിയിൽ ആളുടെ ഒരു ഡോക്യുമെൻ്റ്, അതിപ്പോൾ നമ്മൾ നോട്ടറി ഒക്കെ ചെയ്യുന്നിടത്ത് ചോദിച്ചാൽ അറിയാം, സ്പോൺസർഷിപ്പിൻ്റെ ഒരു ഡോക്യുമെൻ്റ് തരാൻ പറഞ്ഞാൽ അവർ ചെയ്തു തരും. അപ്പോൾ അങ്ങനെ ഒരാൾ സ്പോൺസറായിട്ടും കൂടി നിന്നാൽ നമുക്ക് റിജക്ഷൻ ചാൻസ് ഒക്കെ കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സിൻ്റെ ഭാഗത്ത് ശരിയാക്കേണ്ടത്. നമ്മുടെ ബാങ്ക് ഡോക്യുമെൻറ്റ്സ്, ലോൺ ഉണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സ്പോൺസറായിട്ട് ആരെങ്കിലും നിൽക്കാൻ വില്ലിങ് ആണെങ്കിൽ ആ ആൾക്ക് ജോലി നിർബന്ധമാണ്. ആനുവലി 10 lakh കൂടുതൽ വരുമാനമുള്ള ഇൻകമുള്ള ആളായിരിക്കണം സ്പോൺസർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ് ആയിരിക്കണം, അതായത് നിങ്ങളുടെ ഫാദർ, മദർ ഓർ സിബ്ലിങ്സ്, അല്ലെങ്കിൽ ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ ഓർ യുവർ ഹസ്ബൻഡ് ഓർ വൈഫ്, ഇങ്ങനെയുള്ളവർക്കാണ് നിങ്ങൾ സ്പോൺസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ശരിയാക്കേണ്ടത്. പിന്നെ ഇവിടുത്തെ എക്സ്പെൻസസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഓവർവ്യൂ ആയിട്ട് ഞാൻ പറയാം. ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് കൺട്രി തന്നെയാണ്. ഇവിടെ നമുക്ക് ഒരു പാർട്ട് ടൈമോ ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടാതെ നമുക്കിവിടെ സർവൈവ് ചെയ്യാന്ന് പറയുന്നത്, നമ്മൾ എത്ര സേവിങ്സ് ഉള്ള ആളാണെങ്കിലും, നമ്മൾ മറ്റു രാജ്യങ്ങളിൽ എത്ര റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിലും, ഇവിടുത്തെ എക്സ്പെൻസ് അനുസരിച്ച് നമ്മളുടെ കയ്യിലുള്ള സേവിങ്സ് എല്ലാം തീർന്നു പോകാൻ അധികം നേരം വേണ്ട. അപ്പോൾ ഇവിടെ ഒരു ജോലി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ഇത്ര നാൾ നിന്നതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് പറയുന്നത്. കാരണം ഇവിടുത്തെ കറൻസിയും നമ്മുടെ നാട്ടിലെ കറൻസിയും എല്ലാം വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ അത് കൺവേർട്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ എക്സ്പെൻസസ് വളരെ അധികമായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഇവിടുത്തെ സാലറി നമ്മൾ മേടിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കത് മീറ്റപ്പ് ചെയ്ത് പോകാൻ പറ്റും, സർവൈവ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ ബേസിക് സാലറി എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ചൊരു എൻക്വയറി ആണ്. ബേസിക് സാലറി എത്രയാണെന്നുള്ളത് $23.5 ന്യൂസിലാൻഡ് ഡോളേഴ്സ് ആണ്. 23.5 എന്ന് പറയുമ്പോൾ നാട്ടിലെ 1200 രൂപ, 1200 റുപ്പീസ് ഇന്ത്യൻ മണിയാണ് ഇവിടുത്തെ 1 അവറിലെ വേജ് എന്ന് പറയുന്നത്. അത് ഈവൻ സ്റ്റുഡൻസിന് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഇപ്പോൾ എത്ര അവർ കിട്ടുമെന്ന് വെച്ചാൽ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ വർക്കാണ്. 6 hour ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട്, 10 hour ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അവേഴ്സ് എടുത്ത് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഒരു കാര്യം ഒരുപാട് പേര് ചോദിച്ചതാണ് ഇപ്പോഴത്തെ ന്യൂസിലൻഡിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ന്യൂസിലൻഡിൽ പറയുകയാണെങ്കിൽ ജോലി സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ പാർട്ട് ടൈം കിട്ടുന്നവരുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത്, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒക്ടോബർ ലാസ്റ്റിലാണ്. സെപ്റ്റംബർ ടു നവംബർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ള സമയമാണ്. അതുപോലെ തന്നെ ജനുവരി ടു
മാർച്ച്, ജനുവരി ടു മാർച്ച്, അതുപോലെ തന്നെ സെപ്റ്റംബർ ടു നവംബർ, ആ ഒരു ടൈം പീരീഡിൽ ഈ മന്ത്സിലെല്ലാം ജോലി സാധ്യതയുണ്ട്. മറ്റ് മന്ത്സിൽ അങ്ങനെ ജോലി സാധ്യത അത്രയ്ക്ക് ഇല്ല. നമുക്ക് ലക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളുടെ പെർഫോമൻസ് അത്ര ഹൈ ആയിട്ടോ അല്ലെങ്കിൽ അത്രയും വാക്കൻസി വന്നാലൊക്കെയാണ് നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. ഈ മന്ത്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം റീ ഓപ്പണിങ് അല്ലെങ്കിൽ ഓപ്പണിങ് ക്ലോസിങ് ഒക്കെ വരുന്ന ടൈമാണ്. ഇപ്പോൾ സ്കൂൾസിനെയൊക്കെ സംബന്ധിച്ച് ഈ ടൈമിൽ ഇപ്പോൾ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ഞാൻ പറയുന്നതാണ്, ഞാനിവിടെ ടീച്ചറാവാനായിട്ട് സ്കൂൾസിൽ ടീച്ചറാവാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇവിടുത്തെ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാനിവിടെ സ്കൂൾസിലെല്ലാം ഇപ്പോൾ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ സെപ്റ്റംബർ ടു നവംബറിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലോസിങ് ആണ്. അതായത് സ്കൂൾസൊക്കെ വലിയ വെക്കേഷന് വേണ്ടിയിട്ട് ക്ലോസ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് ടീച്ചേഴ്സിനെ എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ന്യൂസിലൻഡിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ഇവിടുത്തെ നേച്ചറായിരിക്കും. കാരണം നമുക്ക് വളരെ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ നല്ലൊരു ആംബിയൻസ് തരുന്ന ഒരു നേച്ചറാണ് നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാവുക. അത് ഏതൊരു സ്ഥലം എടുത്താലും നമുക്കിങ്ങനെ ഒരു ഒരു ബാഡ് ഫീൽ തരുന്ന അല്ലെങ്കിൽ നമുക്കൊരു ഒരു നെഗറ്റിവിറ്റി തരുന്ന ഒരു ആംബിയൻസോ ഒരു നേച്ചറോ നമുക്ക് കാണുന്നത് കുറവായിരിക്കും ന്യൂസിലൻഡിൽ. എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള നേച്ചറാണ് നമ്മുടെ സറൗണ്ടിങ്സ് ആയിട്ടുണ്ടാവുക. മറ്റു ഒരു കൺട്രിക്കും ബീറ്റ് ചെയ്യാൻ പറ്റാത്ത ന്യൂസിലൻഡിൻ്റെ ഒരു ഫാക്ടർ പറയാൻ പറഞ്ഞാൽ ഞാൻ പറയാം ഇവിടുത്തെ നേച്ചറായിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ സീസൺസ് മാറും തോറും ഈ നേച്ചറിൻ്റെ ഭംഗി പല പല ടൈപ്പായിട്ട് മാറും. നമ്മൾ ചില കവിതകളിലൊക്കെ വായിച്ചിട്ടില്ലേ ഇങ്ങനെ നേച്ചർ ക്യാൻ ഹീൽ യു വെൽ, നേച്ചറിന് നമ്മളെ നന്നായിട്ട് സുഖപ്പെടുത്താൻ പറ്റും എന്ന് പറയില്ലേ. അപ്പോൾ എന്തൊക്കെ ഇമോഷൻസ് നമുക്ക് വന്നാലും, ഈവൻ ഇറ്റ് ഇസ് സാഡ് ഓർ ഡിപ്രസ്ഡ്, ഏതൊക്കെ ഇമോഷൻസ് നമുക്ക് വന്നാലും അതിനെല്ലാം ഹീൽ ചെയ്തൊരു പോസിറ്റിവിറ്റി തരാൻ കഴിവുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ഞാൻ നാട്ടിൽ താമസിച്ചിരുന്നപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഈ നാടിനേക്കാളും ഭംഗിയുള്ള അല്ലെങ്കിൽ ഇത്ര പച്ചപ്പും ഹരിതാപമൊക്കെ ഉള്ള വേറെ ഏത് നാടുണ്ടാവാനാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ കാണാത്തൊരു ലോകമുണ്ട്, അല്ലെങ്കിൽ കാണാത്ത അതിലും ഭംഗിയുള്ള ഒരു പ്രകൃതിയൊക്കെ ഉണ്ടെന്ന് മനസ്സിലായത് ഇവിടെ എത്തിയതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടമുള്ള കാര്യം ന്യൂസിലൻഡിൻ്റെ ഈ ഒരു നേച്ചറാണ്. പക്ഷെ ക്ലൈമറ്റ് നമുക്ക് എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലൈമറ്റ് അല്ല ഇവിടുത്തെ. ഇടയ്ക്കൊക്കെ വെയിലാവാം, മഴയാവാം, മഴവില്ലാവാം, ചിലപ്പോൾ ആളെ പറത്തിക്കൊണ്ടു പോകുന്ന കാറ്റാവാം. അങ്ങനെ അങ്ങനെ നമുക്കൊട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്ലൈമറ്റാണ് ഇവിടെ ഉള്ളത്. പിന്നെ അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് ഓൾ ടുഗദർ ന്യൂസിലൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് ബിലോ. ഓക്കെ, ബൈ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. Hi guys, so I will tell all these points. അതായത് ഫുഡ് സെന്റർ, അതായത് നമ്മുടെ പ്രീ സ്കൂൾസ് ഇല്ലേ, അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. Yes, actually I am taking this video. Yeah. Of your parents? And not for my parents, for my viewers in YouTube. I have a channel. So you're gonna put you're gonna do a video and you're gonna put it on your Yeah. YouTube? കുട്ടികൾ ചോദിക്കുകയാണ് എന്താണ് വീഡിയോ എടുക്കുന്നതെന്ന്.